ഇപ്പോൾ നമ്മളുള്ളത് തായ്ലൻഡിലെ അയുത്തയ പ്രവിശ്യയിലുള്ള അയുത്തയ എന്ന പുരാതന നാഗരിക അവശിഷ്ടങ്ങൾക്കിടയിലാണ്. ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. വലിയൊരു ജനസംസ്കൃതിയുടെ സംസ്കാരവും കലയും ഓർമ്മകളായി ചിതറിക്കിടക്കുന്നത് നമ്മൾക്കിവിടെ ദൃശ്യമാണ്. ചരിത്രവും സംസ്കാരവും വാസ്തുവിദ്യയും കലയുമൊക്കെ ഇഴപിരിയാതെ ഇവിടെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ഒരു സാംസ്കാരിക നഗരം ഭൂതകാലത്തിൻ്റെ പടയോട്ടങ്ങളിൽപ്പെട്ട് കിതച്ച് തകർന്നു കിടക്കുന്ന കാഴ്ച ഏതൊരു ചരിത്രകാരനെയും കലാകാരനെയും സഞ്ചാരികളെയും ഒക്കെ തന്നെ അവരുടെ മനസ്സിൽ വിങ്ങലുകൾ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അയുത്തയ ഹിസ്റ്റോറിക്കൽ പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഈ പ്രദേശത്തിൻ്റെ നിർമ്മിതിയെപ്പറ്റി നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. 1351 രാമതി ബോധി ഒന്നാമൻ്റെ കാലത്താണ് ഈ നഗരം സ്ഥാപിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ അതിനും എത്രയോ മുമ്പ് മോൺ ദ്വാരാവതി കാലഘട്ടത്തിൽ തന്നെ ഈ പ്രദേശം നിലവിലുണ്ടായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. AD 850 ഖമേഴ്സ് ഈ പ്രദേശം കീഴടക്കി ഇത് വലിയൊരു ശക്തി കേന്ദ്രമായി വിപുലപ്പെടുത്തി എന്നാണ് മറ്റ് ചില ചരിത്രകാരന്മാരുടെ വാദം. അവരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ അയോധ്യ എന്ന നഗരത്തെ അവർ ഇവിടെ പുനഃസൃഷ്ടിച്ചുവെന്നും അതേ നാമകരണം ഇവിടെ ഈ പ്രദേശത്തിന് നൽകിയെന്നുമാണ് പറയപ്പെടുന്നത്. അയോധ്യയുടെ പേര് തന്നെയാണ് അയുത്തയായി മാറിയത് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ലോപ്ബുരിയിൽ നിന്ന് വന്ന ഖമറുകൾ 3 നദികൾ കൂടിച്ചേരുന്ന ഈ പ്രദേശം കീഴ്പ്പെടുത്തി അതിന് അയോധ്യ എന്ന പേര് നൽകിയതായി ഡാം റോങ് രാജകുമാരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അയുത്തായയിലെ ഈ ചരിത്ര നഗരം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. AD 850 ക്യുയാൻ സീഫുവിൻ്റെ ഭരണാധികാരിയായിരുന്ന ഭഗദത്തയുടെ കാലത്തുള്ള ശ്രീ കനാഷ ലിഖിതം ഇതിൻ്റെ പഴയ കാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ്. കച്ചവട കേന്ദ്രമായും കലാകേന്ദ്രമായും സാംസ്കാരിക കേന്ദ്രമായുമൊക്കെ വികസിച്ച ഈ അയുത്തയ പ്രദേശത്തെ 1569 ബർമീസ് സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയുണ്ടായി. കലാമൂല്യമുള്ള നിരവധി വസ്തുക്കൾ നശിപ്പിക്കപ്പെട്ടതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നീട് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയെയാണ് അവർ വിലയിരുത്തുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1767 ബർമീസ് സൈന്യം ഈ പ്രദേശം നശിപ്പിക്കുന്നതുവരെ അത് രാജ്യ തലസ്ഥാനമായി തുടർന്നു. 1969 തായ്ലൻഡിലെ ഫൈനാൻസ് വകുപ്പ് ഈ പ്രദേശം ഏറ്റെടുക്കുകയും ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. പിന്നീട് ഇത് ഏറ്റവും വലിയ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി വികസിക്കുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ചരിത്രകാരന്മാരും ഗവേഷകരും കലാകാരന്മാരും വിദ്യാർത്ഥികളും വാസ്തുവിദ്യാ വിദഗ്ധരും ഒക്കെ തന്നെ ഈ പ്രദേശം സന്ദർശിക്കുകയും പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. പൊട്ടി പൊളിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ, ബുദ്ധവിഹാരങ്ങൾ, സ്തൂപങ്ങൾ, ബുദ്ധപ്രതിമകൾ, നഗരാവശിഷ്ടങ്ങൾ എല്ലാം തന്നെ അവർക്ക് ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ്. ഇന്തോ തായ് ബുദ്ധിസ്റ്റ് ശൈലിയിലുള്ള വിഹാരങ്ങളും കെട്ടിടങ്ങളും നമ്മളോട് നിരന്തരം സംവദിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യ ചരിത്രം അങ്ങനെയാണ്. ഓരോ നഗര സംസ്കാരങ്ങളും തകരുകയോ തകർക്കപ്പെടുകയോ ചെയ്യുകയും പിന്നീട് കാലാന്തരത്തിൽ അവ വെറും കാഴ്ച വസ്തുക്കളായി മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രഗതി
അത് മനുഷ്യവംശത്തിൻ്റെ പഴയകാല ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ ചരിത്ര നഗരാവശിഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളാണ് വാട്ട് മഹാതട്ട്, വാട്ട് റാച്ചബുരാന, വാട്ട് ഫ്രാൻസിസ് സാൻഫെറ്റ്, വാട്ട് ഫ്രാറാം, വാട്ട് തമ്മീക്കരത്ത്, വാട്ട് ലോകായ സുതാരം, വാട്ട് ഫ്രാ ചേതി സുരിയോനെ, കൂടാതെ തായ്ലൻഡിലെ ചരിത്ര പഠന കേന്ദ്രം. ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളാണ്. തായ്ലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധമത വിഹാരങ്ങൾക്കൊക്കെ തന്നെ പേരിൻ്റെ തുടക്കത്തിൽ വാട്ട് അല്ലെങ്കിൽ വാട്ട് എന്ന ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്താണ് അവർ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഈ ചരിത്ര പാർക്കിനുള്ളിൽ വാട്ട് ചൈവട്ടനാരം, വാട്ട് കാസ്ത്രാത്തിരാജ്, വാട്ട് കുടിതാബ തുടങ്ങിയ സ്മാരകങ്ങളും അതുകൂടാതെ ഒട്ടേറെ സ്മാരകങ്ങളും ഇതിൻ്റെ കൂടെയുണ്ട്. കൂടാതെ ജപ്പാൻ ഗ്രാമം, ഡച്ച് ഗ്രാമം എന്നിവ ഈ ഹിസ്റ്റോറിക്കൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുണ്ട്. സഞ്ചാരികളുടെ ഓർമ്മകളെ നൂറ്റാണ്ടുകളോളം പിറകോട്ട് കൊണ്ടുപോകുന്ന വളരെ മനോഹരമായ, എന്നാൽ മനുഷ്യ മനസ്സിൽ തേങ്ങലുകളുടെ അകമ്പടി സൃഷ്ടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അയുത്തയ ഹിസ്റ്റോറിക്കൽ പാർക്ക്.